ഇത് നമുക്ക് 995 കൊടുക്കാം. 995. 13,15,000 റുപ്യ കൊടുക്കാം. 13,15 കൊടുക്കാം. ടൂ വീൽ ഓട്ടോമാറ്റിക് ആലോചിക്കണം. പിന്നെ എക്സ്ലൈൻ ആണ് വരുന്നത്, മാറ്റ് ഫിനിഷ് ആണ് വരിക. അതെ അതെ. പിന്നെ വേറൊരു കേസ് ഉണ്ട്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. കിലോമീറ്റർ ഓടിയുണ്ട് ഇത് 64,000 കിലോമീറ്റർ. 22 മോഡല് 4x4 ഡീസൽ മാനുവൽ. 4x4 ആണ്, ഡീസലാണ്, മാനുവലാണ്. 22 മോഡലിന്റെ ആലോചിക്കണം. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഇത് 29,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതെ. പിന്നെ മിനി കൂപ്പർ ഡി ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ ഡീസൽ വേരിയന്റ് ആണ്, നല്ല മൈലേജും കിട്ടും അല്ലേ? നല്ല മൈലേജ് ഉണ്ടോ? 18-19 മൈലേജ്. 22 മോഡല് KL9 രജിസ്ട്രേഷൻ ലക്ഷറി പ്ലസ്. അതായത് ഇതിന്റെ അകത്ത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരും അല്ലേ? സീറ്റ് എല്ലാ വേരിയന്റും. അതെ അതെ, എല്ലാ ഓപ്ഷനും ഉണ്ട്. സിംഗിൾ ഓണർ അല്ലേ? 12,70,000 കൊടുക്കാം. 12,70,000 രൂപയ്ക്ക് 2023 വണ്ടി. 23 വണ്ടി. അതും ഡീസൽ മാനുവൽ ആണ്, 4 വീൽ അല്ല, 2 വീൽ ആണെന്നുള്ളൂ. അതെ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ യൂസ്ഡ് കാറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാറാണ് പർച്ചേസ് ചെയ്തെന്നുള്ളൊരു ഫീൽ ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളി വണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഷോറൂമിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് അതൊരു യൂസ്ഡ് കാറാണെന്നുള്ളൊരു ഫീൽ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ്. വണ്ടികളുടെ ഒരു കോളം കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. പിന്നെ ഏറ്റവും മോഡൽ കൂടിയിട്ടുള്ള, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലെഗോസിയ കാർസിലാണ്. ലെഗോസിയ കാർസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കണം ആഗ്രഹിച്ച് വരുന്ന ഒരാൾ ഒരു ഈ ഒരു വീഡിയോ മിക്സ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, നല്ല കില്ലും കുറേ വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തോ, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാടധികം ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഷോറൂം ഉള്ളതും ഇത്രയും വണ്ടി ഇവിടെ കിടക്കുന്നതും അറിയാത്തതായിട്ടുണ്ടാവും. അവരിലെല്ലാവരിലേക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം വില കുറച്ചിട്ട് അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലെഗോസിയ കാസിൽ ഇന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കിടിലൻ വണ്ടികൾ, അതും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വില കുറച്ച് കൊടുക്കാം. ബ്രോ വില കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കാം. അതായത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നല്ല വണ്ടികൾ വേണ്ടവർ മാത്രമേ വീഡിയോ ഉണ്ടാവും അല്ലേ? ക്വാളിറ്റി വണ്ടികൾ മാത്രം, ക്വാളിറ്റി വണ്ടികൾ. അതായത് പറ്റ വില കുറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതെ, എല്ലാം അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് വണ്ടികളാണ്. പക്ഷേ നിങ്ങൾക്ക് ആ വണ്ടികൾ നിലവിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് കൊടുക്കുക അല്ലേ? അതെ. ഓക്കെ, നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പെരിന്തൽമണ്ണ, കോഴിക്കോട് പാലക്കാട് റൂട്ടില് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡ് അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് വണ്ടികൾ കാണിച്ചാൽ ആദ്യത്തെ വണ്ടി തന്നെ കുറയ്ക്കേണ്ട എന്തായാലും ബെൻസൺ ആയിക്കോട്ടെ. ഇതേതാ മോഡൽ? ഇത് 2018 രജിസ്ട്രേഷൻ GLE 250, 70,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. 17 മോഡൽ 18 രജിസ്റ്റർ. ഓക്കെ, GLE 250 ആണ് കേട്ടോ. അടിപൊളി. ഇത് നമുക്ക് NOC-ൽ 32 ലക്ഷം റുപ്യ കൊടുക്കാം. ഓക്കെ, ഇത് റീ ആണല്ലേ? NOC-ൽ നിലവിൽ നമ്പർ ആയിട്ടില്ല. നമ്മള് NOC-ൽ 32 ലക്ഷം. വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കും നിങ്ങൾ? അതെ, വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ കാണണം അല്ലേ? 4 ലക്ഷം രൂപ ടാക്സ് കാണണം. ഓക്കെ, അപ്പൊ എന്തായാലും 32 ലക്ഷം രൂപയ്ക്ക് 2017-18 വണ്ടി അല്ലേ? 18 രജിസ്റ്റർ ഉള്ള വണ്ടി. അതെ, ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 70 ജെന്യൂൻ ആണല്ലോ അല്ലേ? അതെ, കിലോമീറ്ററും ജെന്യൂൻ ആണ്. ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഫുൾ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല, കുറെ വണ്ടികൾ കാണിക്കാനുള്ള നിങ്ങൾ ഇന്റീരിയർ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. അതെ, ശരി. അപ്പൊ എന്നാലും അടുത്തത് സെൽട്ടോസ് HTK പ്ലസ് 2020 പെട്രോൾ മാനുവൽ, 49,000 കിലോമീറ്റർ ഓടി. 49 ഓടിയിട്ടുള്ളൂ, 2020 വണ്ടി, അതും പെട്രോൾ മാനുവൽ ആണ്. പിന്നെ വിലയോ? വില നമുക്ക് 9,75 കൊടുക്കാം. 9,70,000 രൂപയ്ക്ക് 2020 വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? GTK വേരിയന്റ് ആണ്. 2020 തന്നെയാണ് വണ്ടി. 50,000 കിലോമീറ്റർ, 52,000 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതായത് ഇത് ശരിക്കും ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ വേണം പറയാം. പക്ഷേ GT-Xന്റെ എല്ലാ വേരിയന്റും ഉണ്ടാവും, പക്ഷേ സൺറൂഫ് ഉണ്ടാവില്ല. ഇതിൽ തന്നെ ഒരുപാട് വേരിയന്റ് വന്നിട്ടുണ്ട് അല്ലേ? അതെ, ഇത് 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര? 42,000. ഓക്കെ, വേറെ അപാകതയൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ജെന്യൂൻ ആണ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ശരി, എന്താ വില? ഇത് നമുക്ക് 9,95 കൊടുക്കാം. 9,95. ഓക്കെ, 9,75 അത് കിട്ടും, 9,95 ഇത് കിട്ടും. ഈ ബ്ലാക്ക് ആണെങ്കിലും GT ലൈൻ ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പിന്റെ വണ്ടി, ബ്ലാക്ക് കളർ. അത് മാത്രമല്ല ഇത് സൺറൂഫ് അടക്കം എല്ലാ സാധനവും വരും അല്ലേ? ടോപ്പ് വേരിയന്റ് പറഞ്ഞാൽ ഇതിന്റെ മേലെ പിന്നെ കീഴിൽ സെൽട്ടോസിലില്ല വേരിയന്റ് ഇല്ല. പിന്നെ എക്സ്ലൈൻ ആണ് വരുന്നത്, മാറ്റ് ഫിനിഷ് ആണ് വരിക. അതെ അതെ. പിന്നെ വേറൊരു കേസ് ഉണ്ട്, ഇത് ഡീസൽ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 64,000 കിലോമീറ്റർ. 2021 അല്ല പറഞ്ഞേ? 2021 മോഡല്, 64,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ശരി, അതും ഡീസലാണ്, മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ശരി, ഇത് നമുക്ക് എന്താ വില? 15,75 കൊടുക്കാം. 15,70,000 രൂപ. പുതിയൊരു 28 രൂപ വില ഇല്ലേ? 24,80 വരും. അത്ര വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വെള്ളയോ? ഇതും GTX പ്ലസ് GT ലൈൻ ഓട്ടോമാറ്റിക്. GT ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ തന്നെയാ? ഡീസൽ തന്നെ. അടിപൊളി. 22 മോഡല്, 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2022 ആണല്ലേ? 22. അത് 21, ഇത് 22. അടിപൊളി. ഇത് വൈറ്റ് ആണ്, അത് മറ്റേ ബ്ലാക്ക് ആണ്. വണ്ടി രണ്ടും കാണാൻ. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ശരി, എന്താ വില? ഈ വണ്ടി നമുക്ക് 16,75 കൊടുക്കാം. 16,70,000 രൂപ. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ, നമുക്ക് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു മിനി കൂപ്പർ കിടപ്പുണ്ട്. ഈ കൂപ്പർ ഏതാ മോഡല്?
18 രജിസ്ട്രേഷൻ വണ്ടി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ ഓടിയത്. ഇത് കൂപ്പർ ഡി അല്ലേ? ഡി, കൂപ്പർ ഡി ആണ്. അടിപൊളി സാധനം കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്ററോ? ജെനുവിൻ സർവീസ് 75,000 കിലോമീറ്റർ. 75 ഓടിയുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, നല്ല നീറ്റ് വണ്ടി കേട്ടോ. പിന്നെ മിനി കൂപ്പർ ഡി ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിൽ ഡീസൽ വേരിയന്റ് ആണ്, നല്ല മൈലേജും കിട്ടും അല്ലേ? നല്ല മൈലേജ് ഉണ്ടോ? 18-19 മൈലേജ്. അതെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 26,000 രൂപ കൊടുക്കാം. 26,50,000 രൂപ. 50,000. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവാനുണ്ടോ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വരിക, വന്ന് വണ്ടി കാണുക. അതെ. കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. അടിപൊളി. 26,50,000 രൂപ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഈ ഒരു കിയ കാരൻസ് കിടക്കണ്ടല്ലോ ഇവിടെ. കിയ കാരൻസ് ഡീസൽ വേരിയന്റ്, ലക്ഷറി ലൈൻ അല്ലേ? ലക്ഷറി പ്ലസ് പറയുന്ന വേരിയന്റ്. അതായത് ഏറ്റവും ഫുള്ളിന് താഴെ വരും. ഏറ്റവും ഫുൾ ഓപ്ഷനാ. അടിപൊളി. ഇത് കിലോമീറ്ററോ? ഇത് 58,500 കിലോമീറ്റർ ഓടിയ ഡീസൽ മാനുവൽ. അടിപൊളി. 22 മോഡല്, Tier 9 രജിസ്ട്രേഷൻ, ലക്ഷറി പ്ലസ്. അതായത് ഇതിന്റെ അകത്ത് സീറ്റ് വെന്റിലേഷൻ അടക്കം വരും അല്ലേ? സീറ്റ് എല്ലാ വേരിയന്റും. അതെ. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇത് നമുക്ക് എന്താ വില? 13,65,000 രൂപ കൊടുക്കാം. 13,65,000. നിലവില് വാറന്റിയും കൂടി ഉള്ള വണ്ടിയാണ്. അതെ. 22 അല്ലേ? അപ്പൊ എന്തായാലും വാറന്റി ഉണ്ടാവും. അതും ആലോചിക്കണം, 7 സീറ്റർ ആണ് കേട്ടോ. 7 സീറ്റർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, നല്ല വൃത്തിയുള്ള വേരിയന്റ് ആണ്. 0 ക്ലെയിം ആണ് വണ്ടിയിൽ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 58,500 കിലോമീറ്റർ. ഓക്കെ, ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. അടിപൊളി. വില പറഞ്ഞില്ലല്ലോ നമ്മൾ? 13,65. 13,65. നെഗോഷ്യബിൾ അല്ലേ? സ്ലൈറ്റ്ലി. അതേപോലെ തന്നെ ഈ താറാണെങ്കിലോ? 2023 താറ്, 2 വീല് മാനുവൽ. ഡീസൽ മാനുവൽ അല്ലേ? 23 ആണ്. ഏറ്റവും മോഡൽ കൂടിയ വണ്ടിയാണ്. ഈ 2 വീൽ മാനുവല് അധികം അങ്ങനെ കാണൽ കുറവല്ലേ? ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ 2 വീലില് ഓട്ടോമാറ്റിക് ഇല്ല, പിന്നെ പെട്രോളുള്ളൂ. മാനുവൽ 2 വീലാണ്. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ ഓടിക്കണം 35,000 കിലോമീറ്റർ. ഓണർഷിപ്പ്, സിംഗിൾ ഓണർ അല്ലേ? 12,70,000 കൊടുക്കാം. 12,70,000 രൂപയ്ക്ക് 2023 വണ്ടി. 23 വണ്ടി. അതും ഡീസൽ മാനുവൽ ആണ്, 4 വീൽ അല്ല, 2 വീലാണെന്നുള്ളൂ. അതെ. ഈ ബ്ലാക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് 2 വീല്. 25,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. വെറും 25 ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. അടിപൊളി. സെക്കൻഡ് ഇത് 2023 KL7 രജിസ്ട്രേഷൻ ആണ്. 23. അടിപൊളി. KL7 DA4414 അല്ലേ? അതെ. ഇത് നമുക്ക് 2 വീല് പെട്രോൾ ഓട്ടോമാറ്റിക്. ശരി. 25 ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എന്താ വില? 13,15,000 രൂപ കൊടുക്കാം. 13,15 കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം. 13,15 കിട്ടുന്നത്. ഇത് 2022 മോഡല് 4x4 ഡീസൽ മാനുവൽ. 4x4 ആണ്, ഡീസലാണ്, മാനുവലാണ്. 22 മോഡലിന്റെ ആലോചിക്കണം. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഇത് 29,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതെ. ഇത് നമുക്ക് എന്താ വില? 14,90,000 കൊടുക്കാം. 14,90,000 രൂപയ്ക്ക് 2022 വണ്ടി എടുക്കാം. ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല പൈസേന്റെ സാധനമാണ്. വില കൂടിയ സാധനം മാറ്റി ചെയ്താട്ടോ. അതുപോലെ തന്നെ ഹുണ്ടായി അൽക്കസാർ. ഇതേതാ മോഡല്? ഇത് 2022 മോഡല്. പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് അല്ലേ? ഏറ്റവും ടോപ്പ് അല്ല, ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ വരും. 13,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ടോപ്പ് ഓപ്ഷനിലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ. പാനോറമിക് സൺറൂഫ് അടക്കം എല്ലാ സാധനവും ഉണ്ട്. ഇത് കിലോമീറ്റർ എത്രയാ? 13,000 കിലോമീറ്റർ. വെറും 13,000 കിലോമീറ്റർ. അടിപൊളി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 22 മോഡലിന്റെ കൂടി ആയിരിക്കണം. 22 18,65,000 കൊടുക്കാം. 18,60,000. നിലവിൽ അണ്ടർ വാറണ്ടി കൂടി ഉള്ള വണ്ടി. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇത് പുതിയ 25 അടുത്ത് വരും. 25 അടുത്തുണ്ട് അല്ലേ? ഇപ്പൊ ലേശം കുറഞ്ഞതുകൊണ്ട് അല്ലേ? അതെ. ഓക്കെ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വാറണ്ടി ഉള്ള വണ്ടിയാണ്. ശരി. 18,65,000 രൂപയ്ക്ക്. അത് നിങ്ങൾക്ക് ചെറിയ പ്രൈസ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കറക്റ്റാണെങ്കിലോ? അല്ല, സോറി, ഈ വെർണയാണെങ്കിൽ 2017 ഡീസൽ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 49,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 49 ഓടിയുള്ളൂ. 7,85 കൊടുക്കാം. അല്ല, ഈ 17 ഡീസലൊക്കെ 49 ജെനുവിനാ? ജെനുവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരാ ഭാഗത്ത് ഇല്ലല്ലോ. 0 ക്ലെയിമാ. അടിപൊളി. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അത് ഇത് എസ് ആണ് തോന്നുന്നില്ല വേരിയന്റ്? SX. ഓക്കെ. SX ആണ്. ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് കേട്ടോ. 7,85 കൊടുക്കാം. സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും. അതെ. 17 ഡീസലിൽ വളരെ ലോ കിലോമീറ്റർ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 7,85,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ അല്ല പ്രൈസ്? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അടിപൊളി. അപ്പോൾ ഇത് വേണമെങ്കിൽ നോക്കിക്കോട്ടെ, മിസ് ചെയ്യണ്ട. 1.6 എഞ്ചിനും ആണ്. അതെ. 1.6 ഡീസൽ CRD നല്ല അടിപൊളി വണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാണിച്ച ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഇവിടെ നമ്പർ വെച്ചിട്ടുണ്ട്. ഫുൾ ഒന്ന് അയച്ചു കൊടുക്കണേ. ആയിക്കോട്ടെ. ഡീറ്റെയിൽ ഫുള്ളും ഇന്റീരിയർ പിക്ക് ഒക്കെ അയച്ചു കൊടുക്കാം. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള വണ്ടികളൊക്കെ ഇപ്പോൾ ഓൾറെഡി കണ്ടു. ഇനിയിപ്പോൾ ഉള്ളിൽ കുറച്ച് വണ്ടികളും കൂടി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടുന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം.
പ്രോ ഇത് 2023-24 രജിസ്റ്റർ SXO ഓപ്ഷൻ ഡീസൽ മാനുവൽ 45,000 കിലോമീറ്ററോടെ വണ്ടി. 23-24 അല്ലേ? 23-24 SXO ഓപ്ഷൻ ഡീസൽ മാനുവൽ. ഓക്കെ, അതായത് 45,000 കിലോമീറ്ററോടെ വണ്ടി. ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അതെ, 45 ഓടിയിട്ടുള്ളൂ. അതെ. ഡീസലില് എന്താ പറയാ, അത്യാവശ്യം മൈലേജ് കൊള്ളുന്ന ഒരു 22-23 മൈലേജ് കിട്ടും. അതെ, വെന്യൂ ആണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? അണ്ടർ വാറണ്ടി കൂടി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 11,65 കൊടുക്കും. 11,65. ഡീസൽ മാനുവൽ അല്ലേ പറഞ്ഞത്? ഡീസൽ മാനുവൽ. ഓക്കെ, അതായത് മൈലേജ് ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു ഹിൻഡോയ് വണ്ടി വേണമെങ്കിൽ അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട 4 ടയർ പുത്തൻ ടയറാണ്. അതുപോലെ തന്നെ ഈ കിയ സോണറ്റ് 2021 മോഡൽ GT ലൈൻ ഓട്ടോമാറ്റിക്, GT ലൈൻ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT. അതായത് ഡീസലാ? അല്ല, പെട്രോളില് 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഒരു 40 ഓടിയിട്ടുള്ളൂ അല്ലേ? അന്ന് ഇറങ്ങിയ സെൽട്ടോസിലല്ല, സോണറ്റിലെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി അല്ലേ? അതെ, നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ? നിലവില് മറ്റേ വാറണ്ടി കൂടി ഉള്ള വണ്ടിയാണ്. എന്താ വില? ഈ വണ്ടി നമുക്ക് 995 കൊടുക്കാം. പെട്രോളില് ഏറ്റവും ടോപ്പ് GT ലൈൻ ഓട്ടോമാറ്റിക് 995. 995. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. നല്ല വണ്ടി കേട്ടോ, നിങ്ങൾ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാണ് 2023-24 രജിസ്റ്റർ SXO ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ. പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റ്. അതെ, അതായത് SX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സീറ്റ് വെന്റിലേഷൻ അടക്കം എല്ലാവിധ ഫീച്ചേഴ്സും വരും. 29,000 കിലോമീറ്റർ ഓടിയ നിലവിൽ അണ്ടർ വാറണ്ടി കൂടി ഉള്ള വണ്ടിയാണ്. അതായത് 23-ലാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. മോഡലും അല്ലേ? 24 രജിസ്ട്രേഷൻ, 23 മോഡൽ. 23 മോഡൽ, 24 രജിസ്ട്രേഷനും ഉണ്ട്. അടിപൊളി. ക്രെറ്റയില് 29,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. പെട്രോൾ അല്ലേ പറഞ്ഞത്? പെട്രോള് മാനുവൽ SXO ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. അത് വളരെ ലോ കിലോമീറ്റർ ആണ്. എന്താ വില? 15,45 കൊടുക്കും. 15,45 അല്ലേ? അത് 23-24 രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതാണ് 2021 HTK ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടി. വെറും 50,000 ഓടിയിട്ടുള്ളൂ. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വൃത്തി മനസ്സിലാവും. റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. മിഡ് വേരിയന്റ് കേട്ടോ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ശരി, എന്താ വില? ഇത് 10,65 കൊടുക്കാം. 10,65. 2021 അല്ലേ? 21. ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ എൻലൈൻ 2024 എൻലൈൻ. 24 എൻലൈൻ എന്ന് പറയുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് പെർഫോമൻസ് കാറാണ്. അതെ, 1 ലിറ്റർ ടർബോ അല്ലേ? 1 ലിറ്റർ ടർബോ DCT. അടിപൊളി, നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 11,500 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. വെറും 11,500. അതെ, പുതിയ 24 റുപ്യ എങ്ങനെ വിലയില്ലേ? ഇല്ല, 16,80. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്ന് ഇത് ക്രെറ്റക്കാണ് 26 സംതിങ്. ഓക്കെ, ഇത് 16,80. 16,80 ഓൺ റോഡ് ഇറങ്ങിയ വണ്ടി. പുതിയതിന് 11,500 കിലോമീറ്റർ മാത്രം ഓടിയ എൻലൈന് നമുക്ക് 2026 ജൂലൈ വരെ വാറണ്ടി കൂടി ഉള്ള വണ്ടിയാണ്. സൺറൂഫ് അടക്കം എല്ലാം ഉണ്ട് കേട്ടോ. 12,85,000 റുപ്യ കൊടുക്കാം. ഓക്കെ, 12,85. ഒരു മോശം 4 ലക്ഷം റുപ്യ അടുത്ത് ഡിപ്രീസിയേഷൻ. അതെ, മോശം ഇതിലൊക്കെ 90% ലോണും കൊടുക്കാം. 90 അല്ല, 99 കൊടുത്തൂടെ നമുക്ക്? അതെ, നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോണും കൊടുക്കാം നമുക്ക്. അതാണ്. അതുപോലെ തന്നെ ഈ XL6 2023 മോഡല് 23 വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അടിപൊളി, 7,000 ഓടിയിട്ടുള്ളൂ. അതെ, എന്തെങ്കിലും സ്മാർട്ട് ഹൈബ്രിഡ് XL6 ആൽഫ. എന്താ വില? ഈ വണ്ടി നമുക്ക് 11,90 കൊടുക്കാം. 11,90. നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. അപാകതയൊന്നുമില്ലല്ലോ? അപാകതയില്ല. മറ്റേ വാറണ്ടി ഉണ്ട്, ക്ലെയിം ഹിസ്റ്ററി ഇല്ല, ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ? അതെ. ഇതാണെങ്കിലോ? ഇത് നമ്മൾ 2021 ക്രെറ്റ പെട്രോൾ മാനുവൽ ആണ്. അതെ. ഓക്കെ, നല്ല വൃത്തി ഉണ്ടല്ലോ. 39,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അതായത് അലോയിലൊക്കെ മാറ്റി ചെയ്താട്ടോ. മോമോസിന്റെ അലോയിൽ ചെയ്തിട്ടുണ്ട്. മോഡൽ 2021 അല്ലേ? എന്താ വില? 1.5 MPFI E വേരിയന്റ് ആണ്. ബേസ് ആണ് അല്ലേ? അതെ, ബേസ് വേരിയന്റ് ആണ്. അതിൽ മോമോസിന്റെ അലോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഏകദേശം ഒരു 1 lakhന്റെ അഡീഷണൽ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 9,35 കൊടുക്കാം. 2021 പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർഷിപ്പ്. 2026 മെയ് വരെ വാറണ്ടി ഉള്ള വണ്ടി. 9,25 നെഗോഷ്യബിൾ ആണ് പ്രൈസ് ഒക്കെ. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ ഇത് 2015-16 രജിസ്ട്രേഷൻ W10 XUV 500. W10 അല്ലേ? W10 ആണ്. സൺറൂഫോട് വരുന്ന വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ്, 73,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അന്നത്തെ ഫുൾ ലോഡ്. അതെ. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഡീസൽ മാനുവൽ അല്ലേ ഇത്? ഡീസൽ മാനുവൽ. ശരി, എന്താ വില? ഈ വണ്ടി നമുക്ക് 8,15 കൊടുക്കാം. 8,15,000 രൂപ. ബ്രാൻഡ് ന്യൂ 4 ടയർ ഉണ്ട്, ഇൻഷുറൻസും ടൈം ഉണ്ട്.
അതായത് 2015 മോഡലാണ് എങ്കിൽ പോലും വണ്ടി നല്ല നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ നോക്കിക്കോ, മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇവിടെ ബാക്കിലായിട്ട് ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു മൈക്ര കിടപ്പുണ്ട് അല്ലേ, നിസാൻ മൈക്ര DCT ഓട്ടോമാറ്റിക്. 2016 മോഡൽ വണ്ടിയാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ, പെട്രോൾ ഓട്ടോമാറ്റിക്. അടിപൊളി. 16 2016 വണ്ടി, 17 വണ്ടി. 17 കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിയത് 44,000 കിലോമീറ്റർ. 44 ഓടിയിട്ടുള്ളൂ. എന്താ വില? 4,45,000 റുപ്യ കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, സെക്കൻഡ് ഓണർ അല്ലേ. സർവീസ് ഹിസ്റ്ററി ഉണ്ട് വണ്ടി, ആക്സിഡന്റ് ഇല്ല, ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല. എക്സൽ അല്ലേ ഇത്? എക്സൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഐറ്റം നിയോസ് കിടപ്പുണ്ട്, ഗ്രാൻഡ് ഐറ്റം നിയോസ് സ്പോർട്സ് വേരിയന്റ്. ഇതിപ്പോ നമുക്ക് മോഡൽ ഏതാ? ഇത് 2021 മോഡൽ. 21 മോഡല്. ശരി, ഇത് ഫുൾ ഓപ്ഷനാ? ഇത് നിയോസ് സ്പോർട്സ് ആണ്. സ്പോർട്സ് അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. 570 കൊടുക്കാം. 570 അല്ലേ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആവൂലേ? സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 29,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് വേണം നോക്കി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? രണ്ടും അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് മൈക്രോ ഓട്ടോമാറ്റിക് ആണ്, വേണ്ട ഒരു മിസ് ചെയ്യണ്ട കേട്ടോ. ഫുൾ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ത്യയിൽ അടക്കം വെച്ച് കൊടുക്കണം. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ലെഗോസി കാർസിൽ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 1-2 വണ്ടി കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു ക്രെറ്റ കാണിച്ചു തരാം. മോഡല് ഇത് 2018 മോഡൽ ഡീസൽ SX പ്ലസ്. ഡീസൽ SX ഓപ്ഷനിലാണ്. SX ഓപ്ഷണൽ. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇതിൽ അപാകതയൊന്നുമില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 1.12. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ശരി, എന്താ വില? ഇത് നമുക്ക് 8 രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, അതുപോലെ തന്നെ ഇത് 2012 ഡിലൈറ്റ് പ്ലസ് 12 ഇയോൺ ആണ്. ശരി, കിലോമീറ്ററോ? കിലോമീറ്റർ 44,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ അല്ലേ? എന്തിന്റെ വില? ഇത് നമുക്ക് 1.55 കൊടുക്കാം. 1.55 കൊടുക്കാം. ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ് റേറ്റിൽ കുറച്ച് മാറ്റം വരുന്നത്. ഇത് 2011 ഇനോവ വി ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 2 ലക്ഷം കിലോമീറ്റർ, ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. ഇതും നമുക്കൊരു മര്യാദ പ്രൈസിന് കൊടുക്കാം. അതായത് അന്ന് ഇറങ്ങി അതേ കണ്ടീഷനിലാണ്. അതെ. ഇതിപ്പോ നിങ്ങൾ എടുത്തിട്ടുള്ളൂ അല്ലേ? ഇതില് ഗ്രാഫിക്സ് മറ്റേ ക്രോമിന്റെ അലോയില് കാര്യങ്ങളൊക്കെ ചെയ്ത് വി വേരിയന്റ് ആണ്. ശരി, അതായത് നിങ്ങൾ റേറ്റ് ഒന്ന് ഫൈനൽ ആക്കിയിട്ട് വിളിക്കുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുത്തായി. അതെ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം കോൺടാക്ട് 2024 എക്സ്ട്രാ SXO ഓപ്ഷൻ 30,000 കിലോമീറ്റർ ഓടി അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി. 30,000 കിലോമീറ്റർ AMT അല്ലേ വരിക? എന്താ വില? ഇത് നമുക്ക് 8.75 കൊടുക്കാം. 8,75,000 രൂപയ്ക്ക് എക്സ്ട്രാ ആണ്, പുത്തൻ വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റ ഡൽഹി രജിസ്ട്രേഷൻ ആണ്. NOC നമുക്ക് ഇതൊരു 1190 കൊടുക്കാം. 2018 മോഡൽ. 18 മോഡല്. NOC എത്ര പറഞ്ഞ? 1190 കൊടുക്കാം. 1.12 ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി. അപാകതകളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അപാകതയൊന്നുമില്ല. അടിപൊളി. അതൊക്കെ വേണേ നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് 1190 അല്ലേ? അതെ, 1190. ഒരു 2 രൂപയുടെ മതി പേപ്പർ ആക്കാൻ. 1.60-65. അതെ, ടാക്സ് അടക്കം വലിയ കുഴപ്പമില്ലാണ്ട് വൃത്തിയുള്ള വണ്ടി എടുക്കാം അല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 1190 നിങ്ങൾക്ക് 2018 മോഡൽ വണ്ടി, 1 സംതിങ് ഓടിയ വണ്ടി, അതും ക്ലീൻ വണ്ടി അല്ലേ? അപ്പോൾ എന്നാലും നമ്മുടെ ലെഗോസി കാർസിൽ ഈ ഒരു എപ്പിസോഡ് നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു. കുറച്ചെല്ലാം കൂടി കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വണ്ടികളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ഓവർ ലെങ്ത് ആവേണ്ടെന്ന് ഓർത്തിട്ടാണ്. അൻസറോ അയച്ചു കൊടുക്കില്ല? ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കാം. നമുക്ക് 90% എല്ലാ വണ്ടിയിലും ലോണും കൊടുക്കാം. നമ്മുടെ വീഡിയോ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് കൊടുക്കും. നല്ല ഡിസ്കൗണ്ട് കൊടുക്കും. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല വണ്ടികൾ വേണ്ടവർ മാത്രം വന്നായി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏകദേശം 90% വണ്ടികളും വാറണ്ടി ഉള്ള വണ്ടിയാണ്, കമ്പനി വാറണ്ടി ഉള്ള വണ്ടികളാണ്. അതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.